നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. മഴ തന്നെയാണ് പ്രധാനം. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും മഴയെ കരുതിയിരിക്കുക. ഒപ്പം ദേശീയതലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കാതോർക്കുകയാണ് എല്ലാവരും. ഈ കാലയളവിൽ, ഏതായാലും ഈ പാർലമെന്റ് ചേരുന്ന ഈ ഒരു കാലയളവിൽ സുപ്രധാനമായ 15ഓളം ബില്ലുകൾ പാർലമെന്റിന്റെ പരിഗണനയിൽ വരും. അത്തരത്തിൽ നിരവധി വാർത്തകൾ തന്നെയാണുള്ളത്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഓപ്പറേഷൻ സിന്ധൂർ അടക്കം പ്രധാന വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ആദായ നികുതി ഭേദഗതി ബില്ലുകൾ ഉൾപ്പെടെ സഭയിലെത്തും. സഭയുടെ പരിഗണനയിലെത്തുക 15 സുപ്രധാന ബില്ലുകൾ. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കത്തിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് സിൻഡിക്കേറ്റിലെ BJP അംഗം നൽകിയ ഹർജി. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം ആവർത്തിച്ച ഇടതാംഗങ്ങൾ. എട്ടാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് മറുപടി നൽകും. മാനേജ്മെന്റ് കമ്മിറ്റി പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ഇന്ന് മിഥുന്റെ കുടുംബത്തിന് കൈമാറും. അപകട ഭീഷണി ഉയർത്തി പത്തനംതിട്ട നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുന്നു. ഹിമാചലിൽ മരണം 119ആയി. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിന് ഒരുങ്ങുന്ന ഇന്ത്യക്ക് തിരിച്ചടി. നിതീഷ് കുമാറും ആകാശ് ദീപും അർഷ്ദീപും പരിക്കിന്റെ പിടിയിൽ. 4ാം ടെസ്റ്റ് ബുധനാഴ്ച മുതൽ മാഞ്ചസ്റ്ററിൽ. ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എയർ ഇന്ത്യ വിമാന അപകടവുമായി ബന്ധപ്പെട്ട 50ഓളം ചോദ്യങ്ങൾ പ്രതിപക്ഷ MPമാർ തയ്യാറാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂരിൽ ട്രംപിന്റെ അവകാശവാദങ്ങളും ഉന്നയിച്ചേക്കും. കൂടാതെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ട്രംപ് ഉയർത്തുന്ന അവകാശവാദങ്ങളിൽ കേന്ദ്രത്തിന്റെ പ്രതികരണവും തേടും. അടുത്ത മാസം 21 വരെ അവധികൾ ഒഴിച്ചു നിർത്തിയാൽ 21 സിറ്റിംഗാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ 15 ബില്ലുകൾ പാർലമെന്റിന്റെ പരിഗണനയിൽ വരും. മണിപ്പൂർ GST ഭേദഗതി ബിൽ, IIM ഭേദഗതി ബിൽ, ജൻ വിശ്വാസ് ബിൽ, മൈൻസ് ആൻഡ് മിനറൽസ് ബിൽ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ബിൽ അടക്കം പുതിയ 8 ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടുവന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോര്. ഏതായാലും ഈ ഒരു സർവകലാശാലയിലെ തർക്കത്തിനെതിരെ സിൻഡിക്കേറ്റ് അംഗം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. BJP സിൻഡിക്കേറ്റ് അംഗം S. ഗോപകുമാറാണ് കോടതിയെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. അതേസമയം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർത്തി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാറാണ് ചേരുന്നത്. രജിത്ത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി കേരള സർവകലാശാല കലുഷിതമായിരുന്നു ഈ VC രജിസ്ട്രാർ പോരുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഒരു സമാധാന അന്തരീക്ഷം കേരള സർവകലാശാലയിൽ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണ്. കുറേ ദിവസങ്ങളായി തന്നെ പറയാം. ഏകദേശം 20 ദിവസത്തിന് മുകളിലായി ഈ പ്രശ്നം ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. യാതൊരു തരത്തിലുള്ള സിൻഡിക്കേറ്റ്, അതുപോലെ തന്നെ വൈസ് ചാൻസലർ പോരും, അതുപോലെ തന്നെ രജിസ്ട്രാർ പോരുമാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത്. ഇപ്പോഴും ഇവിടെ 2 രജിസ്ട്രാർമാർ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു എന്ന് വൈസ് ചാൻസലർ പറയുമ്പോഴും പകരം ചുമതലയുള്ള രജിസ്ട്രാർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പഴയ രജിസ്ട്രാർ പഴയതുപോലെ തന്നെ വന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വൈസ് ചാൻസലർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകളൊക്കെ നടന്നെങ്കിലും അതിനൊരു ചെറിയ ശമനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ വൈസ് ചാൻസലർക്ക് ഓഫീസിൽ പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ജീവനക്കാർക്ക് ഉൾപ്പെടെ അവിടെ ജോലിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് BJP സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള S. ഗോപകുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഇവിടെ ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം
സാഹചര്യമാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സേവനം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ഹൈക്കോടതി ഇടപെടണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഈ ഹർജി സമർപ്പിച്ച സമയത്ത് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു, ഒരു തരത്തിലും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വൈസ് ചാൻസലർക്ക് സൃഷ്ടിക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. ആ ഒരു തരത്തിലുള്ള ഒരു ഹർജിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇന്നത് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. നേരത്തെ രജിസ്ട്രാറാണ് തൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ആ സമയത്ത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെ സിൻഡിക്കേറ്റ് ഇടപെട്ടുകൊണ്ട് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സ്ഥിതി ഇപ്പോഴും തുടരുകയുമാണ്. അതേ സമയത്ത് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 27-ാം തീയതി അവസാന ദിവസമാണ്. 60 ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന നിയമപ്രകാരം തന്നെയുണ്ട്. ആ നിയമം പാലിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകണമെന്ന ആവശ്യമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഈ സിൻഡിക്കേറ്റ് യോഗം എത്രയും വേഗം വിളിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ മന്ത്രിയെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മന്ത്രി ഇക്കാര്യം വൈസ് ചാൻസലറെയും അറിയിച്ചിരുന്നു. വൈസ് ചാൻസലർ ഇതിന് തയ്യാറാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി എന്ന് യോഗം ചേരും എന്ന് മാത്രമാണ് അറിയേണ്ടത്. ശരി രജിത്ത്, ഏതായാലും ഇന്നിനിപ്പോൾ ഹൈക്കോടതി ഈ ഒരു വിഷയം പരിഗണിക്കുമ്പോൾ എന്ത് നിലപാടാകും ഹൈക്കോടതി സ്വീകരിക്കുക, എന്തൊക്കെ കാര്യങ്ങളാകും പറയുക എന്ന് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ വിഷയം. തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കുറേ ദിവസങ്ങളായി മഴ തുടരുകയാണ്. മഴ ഇന്നും തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി MM രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിലെ മഴ മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണ്? പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ മഴ ഇപ്പോൾ ഏത് രീതിയിൽ തുടരുന്നു? കാർത്തിക, വടക്കൻ കേരളത്തിൽ മഴ അതിശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ്. സംസ്ഥാനത്ത് ഒരാഴ്ചയായി ഇത്തരത്തിൽ മഴ തുടരുന്നുണ്ട്. ഈ മഴ ഇങ്ങനെ തന്നെ തുടരുമെന്നുള്ള സൂചന തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെ പെയ്യുമെന്നുള്ള സൂചനയും നൽകുന്നുണ്ട്. വിവിധ സൂചനകൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ഈ ജാഗ്രതയുടെ ഭാഗമായി തന്നെ ഈ ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പാലക്കാടിനെയും കൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ബുധനാഴ്ച ആണെങ്കിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, വ്യാഴാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പറയുന്നുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ഇവിടെയും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലേക്കുള്ള യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ആവശ്യമായ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മാറി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള സൂചനകളും അധികൃതർ നൽകുന്നുണ്ട്. കടലിൽ മത്സ്യബന്ധനത്തിനുൾപ്പെടെ പോകുന്നവർക്ക് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ശരി രാഗേഷ്, വടക്കൻ കേരളത്തിൽ ഏതായാലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അപ്പോൾ തന്നെ 9 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയെ കരുതി തന്നെ ഇരിക്കുക. MM രാഗേഷാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴയും മഴക്കെടുതിയും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 119ആയി. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 34 പേരെ കാണാതായി. മഴക്കെടുതിയിൽ ഇതുവരെ 1230 കോടിയുടെ നാശനഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായതായാണ് കണക്കുകൾ. ഉത്തർപ്രദേശിൽ മഴ തുടരുകയാണ്. ഗംഗാനദി കവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് നിരവധി ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ 6 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന ഓരോ തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കൊച്ചിയിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. ആലുവ നഗരത്തിൽ യുവതി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ആലുവ തായ്സ് ടെക്സ്റ്റൈൽസിന് എതിർവശം തോട്ടുങ്കൽ ലോഡ്ജിലാണ് യുവതിയെ യുവാവ് കഴുത്തിൽ ഷോൾ മുറുക്കി കൊന്നത്. കൊല്ലം കുണ്ട്ര സ്വദേശി അഖിലയാണ് മരണപ്പെട്ടത്. സംഭവത്തിൽ നേര്യമംഗലം സ്വദേശി ബിനു പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഇപ്പോൾ ഈ രീതിയിൽ ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച പ്രതിയെ പോലീസ് പിടിച്ചിട്ടുമുണ്ട്. ഇയാൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ടോ?
ശ്രീ കാർത്തിക, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം 12 മണിയോട് അടുക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലുവ തായ്സ് ടെക്സ്റ്റൈൽസിന് എതിർവശമുള്ള തോട്ടുങ്ങൽ ലോഡ്ജിലാണ് യുവാവ് കഴുത്തിൽ ഷോൾ മുറുക്കി കൊന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ ലോഡ്ജിൽ താമസിക്കാനായിട്ട് വരാറുള്ള ആളുകളാണ്. അങ്ങനെ ഇന്നലെ വന്ന സമയത്ത് ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില തർക്കങ്ങൾ നടക്കുകയും ആ തർക്കത്തെ തുടർന്ന് ഈ യുവാവ് കുണ്ട്ര സ്വദേശിയായിട്ടുള്ള അഖിലെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇതിനുശേഷം ഇയാൾ സുഹൃത്തുക്കളെ വീഡിയോ കോളിലൂടെ വിളിച്ച് ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് താൻ അഖിലയെ കൊലപ്പെടുത്തി എന്ന് പറയുകയും ചെയ്തു. പരിഭ്രാന്തരായ സുഹൃത്തുക്കളാണ് ഉടനടി തന്നെ പോലീസിൽ ബന്ധപ്പെടുകയും ഈ സംഭവം പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. ലോഡ്ജിലുള്ളവർ പോലും ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിരുന്നില്ല. ഈ സുഹൃത്തുക്കളാണ് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ പിടികൂടുകയും ചെയ്തത്. നേര്യമംഗലം സ്വദേശിയായിട്ടുള്ള ബിനു ആണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും മറ്റ് ചോദ്യം ചെയ്യലുകളും ആരംഭിക്കുന്നതേ ഉള്ളൂ. ഈ ബിനു ഡ്രൈവർ ആണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അഖില ആലുവയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റലിലെ ജീവനക്കാരിയായിരുന്നു എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ കൊലപാതകം ആസൂത്രിതമായിരുന്നു, അതായത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി ബിനു ഇവിടേക്ക് എത്തിയതാണോ അതോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ലോഡ്ജിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കുറ്റകൃത്യത്തിലേക്ക് ബിനു പോയതാണോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രിതമായ കാര്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ബിനുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. മാത്രമല്ല ഈ ലോഡ്ജിൽ ഏതായാലും വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഏതായാലും അന്വേഷണം ഊർജിതമായി തന്നെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ടി അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. അപകട ഭീഷണി ഉയർത്തി പത്തനംതിട്ട നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ. നിലവിൽ ഈ കെട്ടിടങ്ങളിൽ ക്ലാസ് മുറികളില്ലെങ്കിലും സമീപത്തെ ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾക്കാണ് ഈ കെട്ടിടങ്ങൾ ഭീഷണിയാകുന്നത്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് നിരവധി തവണ നാട്ടുകാരും PTA അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്ക്. മേൽക്കൂര ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. പാറയുപയോഗിച്ച് നിർമ്മിച്ച കൂറ്റൻ ചുമരുകൾ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്ന സ്ഥിതിയിലുമാണ്. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾ ഈ തകർന്നു വീഴാറായ കെട്ടിടത്തിന് സമീപമാണ് കൂട്ടം കൂടി നിൽക്കാറുള്ളത്. കുട്ടികളിവിടെ വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ വരുന്നൊരു സ്ഥലമായത്. ഒരു ചുറ്റുമതിൽ പോലും കെട്ടാത്തൊരു കിണർ, ഇത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നൊരു ബിൽഡിങ്. അവർ മഴ പെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി നിൽക്കുമ്പോൾ ഇത് വളരെ അപകടകരാവസ്ഥയിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഇത് നല്ല രീതിയിലാക്കാൻ വേണ്ടി ഒരുപാട് പരാതികൾ നമ്മൾ സർക്കാർ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, യാതൊരു പ്രവർത്തനങ്ങളും ഇതിന്റെ മേൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്ലാസ് മുറികൾ ഈ കെട്ടിടങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഉപയോഗശൂന്യമായ ഈ ഭാഗങ്ങൾ ഇപ്പോഴും പൊളിച്ചു മാറ്റാൻ വൈകുന്നതിന്റെ കാരണം അധികാരികൾ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ക്ലാസുകൾ നടക്കാറുള്ള കെട്ടിടത്തിന് സമീപവും തകർന്നു വീഴാറായ കെട്ടിടമുണ്ട്. നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത്. കെട്ടിടത്തിൽ 100 കണക്കിന് കുട്ടികൾ നിത്യേന വന്നു പോകുന്നതാണ്. ആ കുട്ടികളൊക്കെ തന്നെയും കളിക്കാനും മറ്റവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടവും അതിന്റെ പരിസരവുമാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ ഇത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏത് നിമിഷവും നിലംപതിക്കാറായ ഒരു ബിൽഡിംഗ്, അതുമൂലം ഉണ്ടാകുന്ന ദുരന്തം നമുക്ക് സങ്കല്പിക്കാവുന്നവർക്ക് ഒരുപാട് അപ്പുറമായിരിക്കും. സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും നിരവധി തവണ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. കുട്ടികൾക്ക് അപകട ഭീഷണിയായ ഈ കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി മാലിന്യ സംസ്കരണ പ്ലാന്റുകളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാണിവ? ശരിക്കും ഈ മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ശുചിത്വം ഉറപ്പാക്കുന്നതിനുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ തന്നെ ജനങ്ങൾക്ക് തലവേദനയായാലോ? അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ചേർത്തല നഗരസഭയിൽ ആനത്തറവെളിയിൽ സ്ഥാപിച്ച ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റ് ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുകയാണ്. പ്ലാന്റിന്റെ പരിസരത്തും സമീപ സ്ഥലങ്ങളിലേക്കും മാലിന്യം ഒഴുകിയതായി കാട്ടി സമീപ സ്ഥാപനങ്ങളടക്കം കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം മാലിന്യ ചോർച്ചയിൽ ഇല്ലെന്നും സംസ്കരിച്ച അവശിഷ്ടങ്ങൾ ഉണക്കി സംഭരിക്കുന്ന പ്രവർത്തനമായതിനാൽ നടക്കാതെ വന്നതാണ് കാരണമെന്നുമാണ് അധികൃതർ പറയുന്നത്.
പരാതിയെ തുടർന്ന് പരിശോധനയുടെ ഭാഗമായി പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. നഗരസഭാ അധികൃതർ പ്ലാന്റ് സന്ദർശിച്ച് നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്ലാന്റിൽ നിന്ന് വലിയ തോതിൽ മാലിന്യം പുറത്തേക്കൊഴുകുകയാണെന്നും മാലിന്യം നിറഞ്ഞ് സമീപം മതിൽ തകർന്നതായും പരാതിയുണ്ട്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ വിമർശനം. ഇത് കൃഷിക്കും മറ്റും ഉപയോഗിക്കുമെന്ന് പറഞ്ഞാണ് ഞങ്ങളോട് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ആദ്യം ഉദ്ഘാടന സമയത്തും അല്ലാതെയും ഞങ്ങളെ അറിയിച്ചത്. പക്ഷേ ഇത് തുടങ്ങിയ നാൾ മുതൽ ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്നതായിട്ട് യാതൊന്നും കണ്ടിട്ടില്ല. ഈ പ്രദേശത്ത് മൊത്തം ഇങ്ങനെ വാരി വിതറുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ ഉണ്ടായത്. ഈ ക്യാൻസർ രോഗികളും കുഷ്ഠരോഗികളുമുള്ള ഈ മതിൽ ഇന്നലെ പൊളിഞ്ഞു വീഴുകയുണ്ടായി. അങ്ങനെ ഇനി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഇവിടെ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ കുടിവെള്ളത്തിന് വളരെ ദോഷമാകുന്ന ഈ ഒരു പ്ലാന്റ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജില്ലയിലെ തന്നെ ആദ്യത്തെ ശൗചാലയ മാലിന്യ പ്ലാന്റാണ് ചേർത്തലയിലേത്. സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടിയോളം മുടക്കിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്ലാന്റ് നിർമ്മിച്ചത്. 6 മാസത്തിനുള്ളിൽ 7 ലക്ഷത്തോളം ലിറ്റർ മാലിന്യം സംസ്കരിച്ചിരുന്നു. എന്നാൽ മഴക്കാലം എത്തിയതോടെ പ്ലാന്റിൽ ചോർച്ചയുണ്ടായതാണ് ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായത്. ഈ മണം വളരെ അസഹനീയമായ മണമാണ്. വൈകിട്ട് ഇവിടെ ഇവരിത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിനൊക്കെയാണ് ഇതിൻ്റെ മണം വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. അതേസമയം പ്ലാന്റിൽ മാലിന്യ ചോർച്ചയില്ലെന്നും സംസ്കരിച്ച അവശിഷ്ടങ്ങൾ ഉണക്കി സംഭരിക്കുന്ന പ്രവർത്തനം മഴയായതിനാൽ നടക്കാതെ വന്നതാണ് കാരണമെന്നും അധികൃതർ പറയുന്നു. ഇത്തരത്തിൽ കെട്ടിക്കിടന്ന അവശിഷ്ടം മഴയിൽ പരന്നതാണെന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നിയന്ത്രിക്കുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. എന്നാൽ അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പൊട്ടിയൊഴുകുന്ന മാലിന്യം സാംക്രമിക രോഗബാധയ്ക്കും കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. ചരിത്രത്തിലാദ്യമായി കുട്ടനാടിന്റെ ഹൃദയത്തിലൂടെ ആദ്യ സ്വകാര്യ ബസ് സർവീസിന് തുടക്കമാകുന്നു. കൃഷ്ണ ബസ്സാണ് ഈ ചരിത്ര നിമിഷത്തെ അടയാളപ്പെടുത്തി കുട്ടനാടിന്റെ ഗ്രാമഭംഗിയിലൂടെ കുതിച്ചുപായാനായി ഒരുങ്ങുന്നത്. സാഗര ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് കോലോത്ത ജെട്ടിയിൽ സമാപിക്കും. ഇന്ന് രാവിലെ മുതലാകും സർവീസ് തുടങ്ങുക. കുട്ടനാടിലെ ജനങ്ങൾക്ക് ഇത് ചരിത്ര മുഹൂർത്തമാണ്. ചരിത്രത്തിൽ ആദ്യമായി കുട്ടനാടിന്റെ ഗ്രാമവീതിയിലൂടെ ഒരു സ്വകാര്യ ബസ് സർവീസിന് തയ്യാറെടുക്കുമ്പോൾ അത് കുട്ടനാടുകാർക്ക് പുത്തൻ അനുഭവമാകും. കൃഷ്ണ ബസ്സാണ് ഈ ചരിത്ര നിമിഷത്തെ അടയാളപ്പെടുത്തി കുട്ടനാടിന്റെ ഹരിതാഭയിലൂടെ കുതിച്ചുപായാൻ ഒരുങ്ങുന്നത്. സാഗര ഹോസ്പിറ്റലിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി, SN കവല, കഞ്ഞിപ്പാടം, വൈശ്യഭാഗം, ചമ്പക്കുളം, പൂപ്പള്ളി, MLA ജംഗ്ഷൻ, കൈനക്കരി പഞ്ചായത്ത് ജംഗ്ഷൻ വഴി കോലോത്ത് ജെട്ടിയിൽ അവസാനിക്കും. ഇത് ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇപ്പോൾ ഈ ലെവലിലെങ്കിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ പെർമിറ്റ് ഓടാൻ തുടങ്ങിയതിലും. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഈ പെർമിറ്റിന് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ജനങ്ങളുടെ സേവനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടനാട്ടുകാർക്ക് ആലപ്പുഴയോട്ട് വരാനും വണ്ടാനം ആശുപത്രി കേന്ദ്രീകരിച്ച് പോകാനും ഇത് വലിയൊരു ഉപകാരമായിട്ട് ഞാൻ കാണുന്നു. ജില്ലയിൽ KSRTC ആണ് പ്രധാനമായും സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകൾ നഗര സർവീസ് മാത്രമാണ് മുൻപ് നടത്തിയിരുന്നത്. ഇതിനിടയിലേക്കാണ് കൃഷ്ണ പുതിയ ദൗത്യവുമായി എത്തുന്നത്. പാടങ്ങളും ചെറിയ ജലാശയങ്ങളും നിറഞ്ഞ കുട്ടനാടിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് വളരെ രസകരമായ ഒരു യാത്രാനുഭവം ലഭിക്കും എന്നതാണ് ഈ ബസ് സർവീസിന്റെ പ്രധാന ആകർഷണം. മറ്റൊന്ന്, KSRTC ബസ്സിനായി കാത്തുനിൽക്കാതെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കുട്ടനാടിലെ ജനങ്ങൾക്ക് ഇനി കൃഷ്ണയെ ആശ്രയിക്കാം എന്നതാണ്. പച്ചവിരിച്ച പാടശേഖരങ്ങളുടെ മധ്യത്തിലൂടെ നീലക്കുയിൽ പാറുന്നത് പോലെ കുട്ടനാടിന്റെ ഗ്രാമവീതിയിലൂടെ കൃഷ്ണയും ഹോൺ മുഴക്കി പായുമ്പോൾ അത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായവും കുട്ടനാടൻ ജനതയുടെ ഹൃദയങ്ങളിൽ അവിസ്മരണീയ ഒരു നവ അനുഭൂതിയും നിറക്കുമെന്നുറപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഗജരാജൻ എറണാകുളം ശിവകുമാറിന് ഗജവീരരത്നം പട്ടം നൽകി ആദരിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയാണ് ശിവകുമാറിന് ബഹുമതി കൈമാറിയത്. കേരളത്തിലെ തിടമ്പേറ്റെഴുന്നള്ളിക്കാവുന്ന എണ്ണം പറഞ്ഞ നാട്ടാനകളിൽ ഏറ്റവും അഴകൊത്ത കരിവീരനും ഏറെ ശാന്തപ്രകൃതനുമാണ് എറണാകുളം ശിവകുമാർ. എറണാകുളത്തപ്പന്റെ വാത്സല്യനിധിയായ ശിവകുമാറാണ് കഴിഞ്ഞ 5 വർഷമായി തൃശൂർ പൂരത്തിന്റെ വിളംബരം നടത്തുന്നത്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വടക്കുന്നാഥ ക്ഷേത്ര തെക്കേ ഗോപുരം നട തുറന്ന മസ്തകമുയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് തൃശൂർ പൂരത്തിന്റെ വരവറിയിക്കുന്ന ദൃശ്യം പൂരപ്രേമികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. തൃപ്രയാർ മകീര്യം പുറപ്പാടിനും ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ തേവരുടെ തിടമ്പേറ്റുന്നതും എറണാകുളം ശിവകുമാറാണ്. കൂടാതെ തൃശൂർ പൂരത്തിന് ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നതും എറണാകുളം ശിവകുമാറാണ്.
ഇതാണ് കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ശിവകുമാറിനെ ഗജവീരരത്നം ബഹുമതിക്ക് അർഹമാക്കിയത്. ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു. സൂര്യകാലടിമന പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. എറണാകുളം ശിവകുമാറിന് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമി ആദ്യ ഉരുളം നൽകിക്കൊണ്ട് ഈ വർഷത്തെ ആനയൂട്ട് ആരംഭിച്ചു. നമ്മൾ രാമായണ മാസാചരണത്തിൻ്റെ എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുള്ള ഗജപൂജയും ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഈ വർഷവും അതിഗംഭീരമായിട്ട് നടന്നു. എറണാകുളം ശിവകുമാറിനെ ഗജരാജ പട്ടം കൊടുത്ത് ആദരിച്ചു. ഔഷധക്കൂട്ടടങ്ങിയ ദ്രവ്യങ്ങളും ചോറും കരിമ്പ്, പൈനാപ്പിൾ, മറ്റു പഴവർഗ്ഗങ്ങൾ എന്നിവയുമാണ് ആനയൂട്ട് ദ്രവ്യങ്ങൾ. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ജനങ്ങളും ഭക്തരും ആനപ്രേമികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. രാമ 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 പാഹി മാം. അഹംഭാവം അകലുമ്പോൾ മോക്ഷം പ്രാപ്തമാകും. മഹത്തുക്കളുടെ സമീപത്താൽ അത് സാധ്യമാകുമെന്നതിൻ്റെ ഉദാഹരണമാണ് രാക്ഷസ സ്വഭാവമുള്ളവർക്ക് പോലും ശ്രീരാമ സമീപത്താൽ മോക്ഷം പ്രാപ്തമായതെന്നും മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ അമ്മ ചെയ്യുന്നതും ഈ രീതിയിലുള്ള വഴികാട്ടലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. രാമായണത്തിൽ നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്ന കാര്യമുണ്ട്. ഈ രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടുന്നതാണ്, സദ്ഗതി കിട്ടുന്നതായിട്ടാണ് ആധ്യാത്മരാമായണത്തിൽ പറയുന്നത്. വാൽമീകി രാമായണത്തിൽ അങ്ങനെ വ്യക്തമായിട്ടൊന്നും എടുത്ത് പറയുന്നില്ല, എങ്കിലും ആധ്യാത്മരാമായണം തീർച്ചയായിട്ടത് പറയുന്നുണ്ട്. ഇപ്പോൾ തടാക രാമൻ വധിക്കുന്നു, തടാക വധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആധ്യാത്മരാമായണത്തിൽ തന്നെ പറയുന്നത് നക്തഞ്ചിരിയായിരുന്ന അവൾ യക്ഷിരൂപം തൻ്റെ സ്വന്തം രൂപം പ്രാപിച്ചിട്ട്, അല്ല യക്ഷിയുടെ രൂപം പ്രാപിച്ച് ദേവലോകത്തേക്ക് പോയി എന്നാണ്. യക്ഷികളുടെ ലോകത്തേക്ക് പോയി എന്നല്ല, ആ സദ്ഗതി നേടിയായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുപോലെ കബന്ധൻ്റെ കാര്യത്തിൽ നമുക്കറിയാൻ പറ്റും. രാമനെ ആക്രമിക്കാമെന്ന കബന്ധൻ രാക്ഷസനായിരുന്നു, വളരെ വികൃതനായ രാക്ഷസനായിരുന്നു. ആ രാക്ഷസനും വധിച്ചു കഴിയുമ്പോൾ ആ രാക്ഷസൻ ദേഹത്തിൽ നിന്ന് ഒരു ഗന്ധർവൻ വന്ന് സ്വന്തം രാമനെ സ്തുതിച്ചതിന് ശേഷം തൻ്റെ ഗന്ധർവ ലോകത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ താൻ ആ മരണത്തിൽ കൂടി ആ വ്യക്തി മോക്ഷം പ്രാപ്തിയാണ് നേടുന്നത്, ഉയർന്ന ലോകങ്ങളാണ് നേടുന്നത്, ദേവലോകങ്ങളും ഉയർന്ന ലോകങ്ങളൊക്കെയാണ് നേടുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എങ്ങനെയാണ് പാപം ചെയ്തത്? പൂതന മോക്ഷം എന്നാണ് നമ്മൾ പറയുക, അല്ല പൂതന വധം എന്നല്ല പറയുന്നത്. പൂതനയ്ക്ക് തന്നെ മോക്ഷം കൊടുത്തു. പൂതന എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ? ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങളെ എത്ര പേരെ കൊന്നിരിക്കുന്നു, നിഷ്കരണം കൊന്നിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പാപിക്ക് ഇങ്ങനെ മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാ നല്ല പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുക? അപ്പോൾ അങ്ങനെ ഇങ്ങനെ പാപികളൊക്കെ മരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും മോക്ഷം കിട്ടുമെന്നല്ല അതിനർത്ഥം. ഒരു മഹാത്മാവിൻ്റെ സന്നിധിയിൽ പാപികളുടെ എല്ലാ പാപങ്ങളും എരിഞ്ഞില്ലാതായിത്തീരുന്നു. അപ്പോൾ അതുതന്നെയാണ് രാവണനെക്കുറിച്ചും വിഭീഷണൻ പറയുന്നുണ്ട്. ഈ പാപിക്ക് വേണ്ടി സംസ്കാരമൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിഭീഷണൻ രാമനോട് പറയുന്നുണ്ട്. അപ്പോൾ രാമൻ പറയുന്നത് എന്താ? എൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടതുകൊണ്ട് അവൻ്റെ എല്ലാ പാപങ്ങളും അസ്തമിച്ചു കഴിഞ്ഞു. ഇതാണ് മഹാത്മാക്കളുടെ മഹത്വം. അല്ലെങ്കിൽ പിന്നെ എന്താ മഹാത്മാവിൻ്റെ മഹത്വം? ഋഷിയുടെ മഹത്വം എന്താണ്? അമ്മയുടെ മഹത്വം എന്താണ്? അമ്മ എന്താണ് ലോകത്തിന് വേണ്ടി ചെയ്യുന്നത്? പാപങ്ങളെല്ലാം തന്നിലേക്ക് ഏറ്റെടുത്ത് അവരുടെ പാപങ്ങൾ ഇല്ലാതാക്കി തീർക്കുന്നു. അപ്പം നമുക്ക് ലോകത്ത് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. പക്ഷേ പശ്ചാത്താപത്തിൽ കൂടി എപ്പോഴാണോ തനിക്ക് മുക്തി വേണം എന്നാഗ്രഹിക്കുന്നത്, അതിന് ഏറ്റവും എളുപ്പ വഴി ഒരു മഹാത്മാവിനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നും അമ്മ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ ആരെയും വധിക്കുന്നൊന്നുമില്ല, ശാരീരികമായിട്ട് വധിക്കുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിലുള്ള പാപവാസനയെ അമ്മ നശിപ്പിക്കുന്നു. അവരുടെ നല്ല മാർഗ്ഗത്തിലേക്ക് തിരിച്ചുവിടാൻ അമ്മയ്ക്ക് സാധിക്കുന്നു. അത് കുറേ കൂടി ദുഷ്കരമായ കാര്യമാണ്. പക്ഷേ പൂർവ്വകാലത്ത് അതായിരുന്നില്ല അവസ്ഥ. സ്വന്തം ശരീരത്തിൽ പൂർണ്ണമായിട്ടും ആസക്തരായിരിക്കുന്നവർ, താൻ ഈ ശരീരമാണെന്ന ബോധത്തിലിരിക്കുന്നവർക്ക് താൻ ഈ ശരീരമല്ല എന്നുള്ള ബോധം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഒരു താമസിക ബുദ്ധിയുള്ള ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അത് അനുഭവത്തിൽ കൂടിയേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ.
തൻ്റെ കൈകൊണ്ട് വധിക്കപ്പെടുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആ ആത്മാവ് വേർപെടുമ്പോൾ ജീവാത്മാവ് വേർപെടുമ്പോൾ ആ ജീവാത്മാവിന് കാണാൻ സാധിക്കുന്നു തൻ്റെ ശരീരം ഇവിടെ താനാണെന്ന് വിചാരിക്കുന്ന ശരീരം ഇവിടെ കിടക്കുന്നു, ഒരു ഉപകരണമാണെന്ന് കാണാൻ സാധിക്കുന്നു. ആ അറിവാണ് ശരിക്കും മുക്തിയിലേക്ക് നയിക്കുന്നത്. താൻ ശരീരമാണെന്ന് വിചാരിക്കുമ്പോഴല്ലേ ശരീരം കൊണ്ടാണല്ലോ പാപകർമ്മങ്ങളൊക്കെ ചെയ്തത്, അതൊക്കെ തന്നെ ബന്ധിക്കുന്നുള്ളൂ. താൻ ശുദ്ധമായ ആത്മാവാണെന്ന് അറിയുന്നത് ആ മരണത്തിൽ കൂടിയാണ്. ആ മരണത്തിൽ കൂടി മാത്രമേ, അനുഭവത്തിൽ കൂടി മാത്രമേ ആ ബോധ്യം അവർക്കുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് രാക്ഷസന്മാരെയൊക്കെ ശ്രീരാമൻ വധിക്കുമ്പോൾ അവരെല്ലാം മുക്തരായി തീരുന്നു എന്ന് പറയുന്നു. നമസ്കാരം. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്നും നേരിയ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസം നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും പ്രധാന സാങ്കേതിക നിലവാരമായി 25,000 എന്ന നിലവാരത്തിന് താഴേക്ക് മുൻനിര സൂചികയായ നിഫ്റ്റി നീങ്ങുകയും ചെയ്തിരുന്നു. ആഗോള വിപണികളിൽ വലിയ തോതിലുള്ള മുന്നേറ്റം തുടരുമ്പോൾ നമ്മുടെ വിപണിയിൽ തുടരുന്ന ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളിൽ വേണ്ടത്ര ഒരു വിപണിയിൽ പ്രതീക്ഷ പുലർത്തിയത് വേണ്ടത്ര രീതിയിൽ മെച്ചപ്പെടാതിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയതാണ്. ആ ഒരു ആശങ്കയിലാണ് വിൽപ്പന തുടരുന്നത്. പ്രത്യേകിച്ചും IT മേഖലയിലെ TCSന്റെ പ്രവർത്തന ഫലവും ബാങ്കിങ് മേഖലയിൽ ആക്സിസ് ബാങ്കിന്റെ പ്രവർത്തന ഫലവും ഒരു പ്രതികൂലം. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.